ഞാൻ എവിടെയാ? എനിക്കറിയില്ല. അത് ഹസനെ അറിയൂ. ബ്ലാക്ക് സ്പ്രിംഗിലെ dirty rat, where's the son of a bitch? Tell me. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയണം. വിഷ്ണുവിനെ ഡീഡി പൊക്കിക്കൊണ്ടുപോയി. എടാ, അവനെ വല്ലതും ദ്രോഹിച്ചാലുണ്ടല്ലോ. എവിടെ അവനെ കൊണ്ടുപോയത്? बोल, कौन है जानी? बोल. उसको हमसे टकराने तक का हिम्मत आया है, वो भी डीडी से. അച്ഛാ, വിഷ്ണു അപകടത്തില. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ട ബോബി. അവനൊന്നും സംഭവിക്കില്ല. അവന്റെ മാളെവിടാന്ന് പറയടാ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. मैं डीडी बोलता हूँ. तुम्हारा लड़का मेरे पास है. हसन को छोड़ दे, नहीं तो अभी उसका डेड बॉडी भेजता हूँ. क्या? എടാ, എന്റെ ചെറുക്കന്റെ ദേഹത്തൊരു പോറേൽപ്പിച്ചാ കീറിക്കളയും ഞാൻ. डीडी एक बार सिर्फ बोलेगा क्या? 30 मिनट का टाइम देता हूँ. उससे पहले हसन मेरे पास चाहिए. क्या? 30 മിനിറ്റ് അല്ല, 30 മണിക്കൂർ കഴിഞ്ഞാലും ഹസൻ ഇവിടുന്ന പ്രശ്നമില്ല. നീ ഇവിടെ വരണം. ഹലോ हेलो. जॉनी तो मेरे को नहीं जानता है, मगर तू तो जानता है ना. डीडी क्या कर सकता है? सुअर का बच्चा. बोल. ജോണി, പിള്ളേർക്കെല്ലാം വിഷ്ണുവിന്റെ കാര്യം ടെൻഷൻ എനിക്കുണ്ട് സാറേ. പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ കൂടുതൽ കുഴപ്പമാവുള്ളൂ. ഇവനെ വിട്ടേക്കാ ചായ. വിട്ടാലോ? എടാ, ആകെയുള്ള ഒരു തുരുമ്പ മറ്റവനെ പിടിക്കാൻ. വിഷ്ണുവിനെ അയാൾ വല്ലതും ചെയ്യൂ. എടാ, അവനൊന്നും ചെയ്യല്ല, ചുമ്മാ വരട്ടുന്നവൻ. मैं तेरे को मारूंगा. अभी एकदम नहीं मारूंगा, धीरे धीरे करके मारूंगा. कैसे जानता है? ഡീഡി കുഴപ്പക്കാരനാ. അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ. അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം. ഈ കളി അപകടമാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സാറൊന്ന് പേടിക്കാൻ നിൽക്കണം. ജോണി, അയാൾ 1/2 മണിക്കൂർ എന്നാ പറഞ്ഞത്. എന്റെ സാറേ, അവന്റെ വാക്ക് കേട്ട് ഇവനെ വിട്ടാലുണ്ടല്ലോ. പിന്നെ ജോണി, നമുക്കുണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി സാറേ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ഇന്നത്തോണ്ട് അവസാനിപ്പിക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് അവൻ ഈ ക്യാമ്പസിനകത്ത് കാണിക്കുന്ന പോക്കരത്തിന് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര പിള്ളേരാ ഡഗടിച്ചായത്. കോച്ച് മോഹനകൃഷ്ണൻ, അത്ലറ്റ് ആനി ജോൺ, ഞാനൊന്നും പറയണ്ടല്ലോ. बच्चे, ये डीडी का दुनिया है, समझे? इस दुनिया में आके अभी तक कोई वापस नहीं गया. क्या हिम्मत है तो उसको आके लेके जा. बोले. അച്ഛാ, നമുക്ക് വാശി വേണ്ട. വിഷ്ണുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇവനെ വിട്ടേക്കാ ചായ, പ്ലീസ്. ശരി, പക്ഷേ ഇവൻ തനിച്ചിവിടുന്ന് പോവില്ല. കൂടെ ഞാനും ഉണ്ടാവും. मैंने आधे घंटे का टाइम दिया था उसको, अभी तक उसने हसन को नहीं छोड़ा. क्यों? बोल बोल, क्यों?
ഇവന്റെ വാശിയായതിന് കാരണം എറിയവൻ. എനിക്ക് കാണണ്ട, ദുഷ്ടന. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇല്ലേ? പൊക്കോ. നിങ്ങൾ എന്റെ ആരുമല്ല. പൊക്കോളാൻ. പൊക്കോ. ജോണി അറിയില്ല. എനിക്ക് ജോണിയെ കാണണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പോയി തിരക്കണം. ബോബി, ജോണി എപ്പോ വരുമെന്ന് പറയൂ. വരും. ഇനി ഒരു മരണം കൂടെ നടക്കുമ്പോ അത് കാണാൻ. അയാൾ ഒരു ക്രൂരനാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ജോണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു വന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോടുണ്ടായിരുന്നുള്ളൂ. അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്നറിയുന്നതുവരെ. ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിന്റെ പേര്. തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നെർവ്സ് കുറേശ്ശായി ദ്രവിച്ചു തുടങ്ങും. ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും. അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി. ഇറ്റ് ഈസ് ഇറിക്കവറബിൾ. ചികിത്സ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ടു കൊതി തീരാൻ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിന് അയാൾ ഈ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം. മാപ്പ് പറഞ്ഞ അയാളെ തിരിച്ചു കൊണ്ടുവരണം. ബോബി, നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്. ജോണി, നിനക്ക് എന്ത് പറ്റി മോനെ? ഒരു കൈപ്പിഴ പറ്റിയച്ചോ. പിഴയ്ക്കുന്നച്ചോ. കൈ പിഴയ്ക്കുന്നു, കണ്ണ് ചതിക്കുന്നു. നിന്റെ കൈ പിഴച്ചു വന്നു. എന്താ സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായി പറയൂ ജോണി.